അവിടെ വന്നിട്ട് ഓടിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട കൊണ്ടുപോരും. എൻ്റെ 200 ചാവി കിട്ടി. എൻ്റെ ബാക്കിലുണ്ട് വണ്ടി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വണ്ടി കാണണ്ടേ? അപ്പം ഞാൻ കുറച്ച് മാറി നിന്നിട്ടാ. വീട്ടിൽ ആർക്കും അറിയില്ല, എൻ്റെ അനിയന് പോലും അറിയില്ല. കഴിഞ്ഞ വണ്ടി എടുക്കാൻ പോയപ്പോൾ അവൻ അറിയണ്ടായിരുന്നു. ഇവനിപ്പോൾ കുറച്ച് ഡൗട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ വണ്ടി എടുക്കാൻ പോകണ കാര്യങ്ങൾ ആലോചിച്ചിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല വണ്ടി എടുക്കാൻ പോണേന്ന്. നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ തൊടുപുഴയ്ക്കാണ് പോകേണ്ടത്. തൊടുപുഴയിലേക്കാണ് നമ്മുടെ വണ്ടികളാണ്. ഓലക്സിൽ കണ്ടാണ് നല്ലൊരു ഡീല് കണ്ടപ്പോഴാണ് നമ്മൾ മേടിച്ചതാണ്. ആ ചേട്ടന് എൻ്റെ ഇഷ്ടമായിട്ടാണ് സാധനം. വേറെ ആൾക്കാരെ നോക്കി വണ്ടി വന്നിട്ട് പോലും ആൾ വേറെ ആൾക്കാർക്ക് വണ്ടി കൊടുത്തിട്ടില്ല. കാരണം ഞാൻ ആ വണ്ടിയോട് കാണിക്കുന്ന ആത്മാർത്ഥത കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ആൾ പറഞ്ഞു നിനക്ക് തരാനുള്ള മൈൻഡായെന്ന് പറഞ്ഞാണ്. നല്ലൊരു കസ്റ്റമറായി കണ്ടിട്ടാണ്. ഞാൻ വണ്ടി ഓടിച്ചു നോക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഫോട്ടോസ് കണ്ടു, കുറച്ച് നാൾ ആളായിട്ടുള്ള പരിചയം. അവിടെ വന്നിട്ട് ഓടിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട കൊണ്ടുപോരും. അതുകൊണ്ടില്ലേ അവിടെ സ്പ്ലെൻഡർ ഇരിക്കുന്നുണ്ട്, ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. കഷ്ടപ്പെട്ടിട്ട് നമുക്ക് എന്തെങ്കിലും നേടാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നേടണം. നമ്മൾ ചെയ്യുന്ന ജോലിയൊന്നും നല്ല കാര്യം. നമുക്ക് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ജോലിക്ക് ചെയ്യുക. ഒരാളിൽ അവതാരത്തല്ല നമ്മളൊരു കാര്യം ചെയ്യണത്. എനിക്ക് തന്നെ പറയാനൊരു മോട്ടിവേഷനാണ്. നാളെ അല്ലെങ്കിൽ വേറെ ദിവസം ഈ വീഡിയോ കാണുമ്പോൾ ഒരിക്കലും എന്തെങ്കിലും ഒരു വികാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണത്. പിന്നെ എന്നെ പോലെ കഷ്ടപ്പെട്ടിട്ട് വണ്ടി മേടിക്കാൻ നിൽക്കുന്ന ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ട അതാണ് ഏറ്റവും വലുത് ഫ്രണ്ട്സ്. നമ്മൾ കഷ്ടപ്പെട്ടാണ് മേടിക്കണത്. എൻ്റെ വീട്ടിൽ നിന്നോ എൻ്റെ ബന്ധുക്കാരാണോ ആരെയോ നല്ല പൈസ. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ട്. മദ്യപാനം, പുകവലി, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. നമുക്ക് ഇഷ്ടം എന്ന് പറയുന്നത് വേറെ ഇഷ്ടമായി പോയി. അതിനു കൂടി പൈസ ചിലവാക്കുകയാണെങ്കിൽ നമ്മുടെ പൈസ ഉണ്ടാവില്ല. നമ്മുടെ ചില സന്തോഷങ്ങൾ വേണ്ടാന്ന് വെച്ചാലാണ് എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഞാൻ നേടിയെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നേടിയെടുക്കാൻ നോക്കുക. നമുക്ക് തൊടുപുഴയ്ക്ക് പോകണം. ഇവിടുന്ന് ബസ്സിനാണ് പോകണത്. അത് കരുതി പിന്നെ ബസ്സിനെ പോകാതാക്കി, മഴ കാര്യങ്ങളല്ലേ. അപ്പോൾ ഇവിടുന്ന് ബസ്സിന് പോയിട്ട് അവിടെ ചെന്നിട്ട് വേണം നമ്മുടെ വണ്ടി കൊണ്ടുവരാൻ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഞാൻ പിന്നെയും പറയട്ടെ, എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ നേടിയെടുക്കാൻ നോക്കുക. അപ്പോൾ പോലെ അങ്ങനെ കുറേ നാൾക്ക് ശേഷം KSRTC സ്റ്റാൻഡിലേക്ക് വന്നു തൃശ്ശൂരുള്ളത്. അവിടെ നിന്ന് ഏകദേശം 2 മണിക്കൂറോളത്തെ യാത്രയായിരുന്നു മൂവാറ്റുപുഴയ്ക്കുണ്ടായിരുന്നു. റോഡ് പണിയും പിന്നെ ട്രാഫിക് കാരണം 2 മണിക്കൂറുകളത്തോളം കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ നല്ല റൈഡ്, നല്ല ഫീൽ തന്നെയായിരുന്നു കേട്ടോ. KSRTCയിൽ പോകുമ്പോൾ നല്ല മഴയും KSRTC ആൾക്കാർ തിരക്ക് വരവും. അങ്ങനെ നമ്മൾ ഒരുപാട് നേരം യാത്ര ചെയ്തു. എന്നിട്ട് നമ്മൾ എവിടേക്ക് എത്തി? തൊടുപുഴയിലെത്തി. KSRTC ബസ്സിൽ നമ്മൾ കയറി. അവിടെ നിന്ന് പിന്നെ ഒരു 1.5 മണിക്കൂറുള്ള യാത്ര. കാരണം എനിക്ക് കുറേ നാൾ ബസ്സിൽ പോകാത്തതുകൊണ്ട് ബസ്സിൽ കയറിയപ്പോൾ എനിക്ക് ആകെ വയ്യാണ്ടായി. പിന്നെ ബാക്ക് സീറ്റിലൊക്കെ ഇരിക്കണോണ്ട് പിന്നെ കുലുങ്ങി വയറിന് ഒന്നും സുഖമില്ലാണ്ടായി, ഛർദ്ദിക്കാനൊക്കെ തുടങ്ങി. എന്നിട്ട് നമ്മളങ്ങനെ ഓരോ പ്രകൃതി ഭംഗിയായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ റൈഡ് തുടങ്ങി. ബസ്സിലാണെങ്കിൽ നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു. കോപ്പറേറ്റ് കാരണം അത് പ്ലേ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഞാൻ എൻജോയ് ചെയ്തു. അവസാനം നമ്മളെത്തി, തൊടുപുഴ എത്തി. നമുക്ക് ഇവിടെ നിന്ന് വേറെ സ്ഥലം വേണം, വണ്ടി രജിസ്റ്റർ എത്തി. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇവിടെ ഒരു ഷോപ്പിലൂടെ നിൽക്കുക കേട്ടോ. നമ്മൾ മൂവാറ്റുപുഴ വന്നിട്ട് നമ്മളൊരു ഷോപ്പിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യണം. ഹെൽമെറ്റ് ഷോപ്പ് കാണാൻ അടിയാണ് നിൽക്കുന്നുണ്ട്. അവർക്ക് വരും. ഇത് വേണം വണ്ടി നമ്മുടെ പേരിലേക്ക് മാറ്റണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ പ്രൊസീജിയർ ചെയ്യണം. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഫ്രണ്ട്സ്. അങ്ങനെ നമുക്ക് NS200 നമ്മൾ എടുത്തു. അപ്പോൾ എൻ്റെ ബാക്കിലുണ്ട് വണ്ടി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വണ്ടി കാണണ്ടേ? ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ BS3 പവർ മെഷീൻ, നമ്മുടെ DTSI ട്രിപ്പിൾ സ്പാർക്ക്, ദ ഗോൾഡൻ എൻജിൻ. കാരണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വണ്ടി സിംഗിൾ ഓണറാണ്. പിന്നെ അതിലും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ വണ്ടി കിലോമീറ്റർ ഓടിയിട്ടുള്ളത് കണ്ടാൽ നിങ്ങളുടെ ബോധം പോകും. കാരണം 2015 മോഡൽ വണ്ടി ഓടിയിട്ടുള്ള കിലോമീറ്റർ ഞങ്ങൾക്ക് കാണിച്ചു തരാം. $21,983 കിലോമീറ്റർ. മീറ്ററും കാര്യങ്ങളൊന്നും മാറിയിട്ടൊന്നുമില്ല, ജെനുവിൻ കിലോമീറ്ററാണ്. ഈ വണ്ടി ഓടിക്കുന്ന ചേട്ടൻ എന്ന് പറയുന്നത് അബ്രോഡിലേക്ക് പോയതുകൊണ്ടാണ് വണ്ടി സെയിൽ ചെയ്യണത്. വീട്ടിൽ വണ്ടി ആരും
എടുക്കണില്ല വണ്ടി പക്ക വണ്ടിയാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ വണ്ടി സെൽഫ് അടിക്കുമ്പോഴൊക്കെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് നോക്കിയേ, സ്ലോ റേസ് കുറച്ചിട്ടാണ് പോണ പത്തത്. അതൊക്കെ ഉണ്ടല്ലോ, ഇതാണ് സാധനം. വണ്ടി അധികം കൈമാറി ഓടിച്ചിട്ടില്ല, അതിൻ്റെ ഒരു പ്രത്യേകത കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വണ്ടി ബ്ലാക്ക് ബീസ്റ്റാണ്. 200cc ഇവനെ ഇപ്പോഴും ആൾക്കാർ ഇത്ര അധികം ഇഷ്ടപ്പെടാനുള്ള കാരണം വേറെ ഒന്നല്ല, അതിൽ നമ്മുടെ നോർമലി NS200 കാണുന്ന പോലെയല്ല ഇവർ ഈ വണ്ടിയുടെ പ്രത്യേകത. കാരണം ഇത് BS3 ആണ്. BS3നെ കുറിച്ച് ഞാൻ ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു BS3 ഫാനാണെങ്കിൽ നിങ്ങൾക്ക് NS200 വെറുതെ കുറച്ച് യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓടിച്ച് നോക്കി നോക്കാം. സ്ലോ റൈസ് ആക്കിയിട്ടുള്ളതുകൊണ്ട് ഈ ലൈറ്റും ഈ ബ്ലാക്കും ഈ ഒരു വ്യൂ കണ്ടോ നിങ്ങൾ, ഒരു രക്ഷയില്ല. ഈ വണ്ടീനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഈ വണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ ലോ കിലോമീറ്ററിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വണ്ടി നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ ഞാൻ പറയുക അത് സെക്കൻഡ് ഹാൻഡിൽ ഈ BS3 ഒക്കെ നിങ്ങൾക്ക് ലോ കിലോമീറ്ററിൽ അതുപോലെ തന്നെ ഫസ്റ്റ് ഓണറിലൊക്കെ നിങ്ങൾക്ക് വണ്ടി കിട്ടാണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യം എടുത്തു ഫ്രണ്ട്സ്. ഇതിപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് ഓടിച്ചു നോക്കാൻ പോവാണ്. മര്യാദയ്ക്കൊന്ന് കൈ കൊടുത്ത് ഓടിക്കാനുള്ള വഴി കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇവനൊരിക്കലും ഈ NS സീരീസിൽ NS200 BS3 എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ നോർമൽ യൂസിന് വേണ്ടി ഇറക്കിയിട്ടുള്ള വണ്ടിയല്ല. കാരണം ഇത് ഫുള്ള് വീലിങ് അങ്ങനെ സ്റ്റണ്ടിങ് അങ്ങനെ ഇറക്കിയിട്ടുള്ള വണ്ടിയാണിത്. കാരണം NS200 BS3യുടെ ഫസ്റ്റത്തെ ഏട് കണ്ടാൽ മതി നിങ്ങൾ, മഞ്ഞ ബ്ലാക്ക് ബ്ലൂ ഒരുമാതിരി കസാരകളൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പാർക്കിൽ പോലെ സ്ഥലത്ത് ഇവർ 3 വണ്ടികളുണ്ട് വീലിങ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. BS3 NSൻ്റെ ആഡ് അടിച്ചു കൊടുത്താൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ കമ്പനി പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊരിക്കലും ടൂറിങ്ങിനോ നോർമൽ യൂസിനുള്ള വണ്ടിയല്ല, ഫുള്ള് പെർഫോമൻസ് വണ്ടിയാണ്. ഡ്യൂക്കിൻ്റെ എഞ്ചിൻ വെച്ചിട്ട് വരുന്ന നമ്മുടെ BS3 മോൺസ്റ്റർ 1 സിലിണ്ടറിൽ RC390 ഡ്യൂക്ക് 390 ഉള്ള പോലെ ഇത് 200cc ഇവനൊരു മോൺസ്റ്ററാണ്. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടാക്കിയിട്ട് വേണം കൈ കൊടുത്ത് ഓടിക്കാൻ. സ്ഥലം ഇവിടുത്തെ അറിയില്ല. ഞാൻ ഒരു വണ്ടി വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഓടിച്ചു നോക്കാൻ വേണ്ടി വന്നതാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകണം. വണ്ടി ഇഷ്ടപ്പെട്ട് പോവും ഇവനെയൊക്കെ ഓടിച്ചു നോക്കാം. ഓക്കെ, ചെറിയൊരു ഓപ്പർ റോഡുണ്ട്, കൈ കൊടുത്ത് നോക്കാം. ഓക്കെ, തേർഡ് ഗിയറായിട്ടായിട്ടുള്ളൂ. ഞാൻ തേർഡ് ഗിയർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അവന്മാരുടെ അടുത്തേക്ക് പോവാം. പക്ഷേ നമുക്ക് ഈ എൻജിൻ BS3 എൻജിൻ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി പവർ ബോംബാണ് ഫ്രണ്ട്സ്. വണ്ടി ഫുള്ള് സ്റ്റോക്കാണ് ഈ വണ്ടി ഓണർ കൊണ്ടുപോകണതിലുള്ളത്. പിന്നെ ഫുള്ള് ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഡാവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുക്കാനുള്ള മെയിൻ കാരണം ഉള്ളത്. ഓക്കെ, അപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പണി ഉണ്ടായാലും നമ്മൾ പണിയുള്ള മൈൻഡ് കൂടി വേണം അങ്ങനെയുള്ള പഴയ വണ്ടി എടുക്കുമ്പോൾ. പക്ഷെ നിങ്ങൾക്കൊരു പുതിയ ബൈക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ആയാലും ഇവൻ്റെ പവറും പെർഫോമൻസും ഒരിക്കലും കിട്ടില്ല. ഇപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ ഓവർടേക്ക് ചെയ്ത് നമ്മൾ ആരെങ്കിലും നമ്മുടെ മുമ്പിൽ ഷോ കാണിച്ച് പോയാൽ നമ്മുടെ കയ്യിലിരിക്കണം മുതൽ ഇവൻ്റെ ഒരു RPM ഇവനെ തുറന്ന് വന്നാൽ 200cc ഇവനെ ബീസ്റ്റ് എന്ന് പറയണത് വെറുതെക്കൊന്നല്ല. ആ ഒരു കോൺഫിഡൻസ് വെടി പൊകിയായിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ BS3 എന്ന് പറഞ്ഞിട്ടുള്ള ഈ മെഷീൻ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിനി വണ്ടി പേരിലേക്ക് മാറുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഒന്നുകൂടി നോക്കാട്ടെ. ഞാൻ മേടിക്കാൻ പോണ വണ്ടിയാണ്. അതും ടൈൽസിൻ്റെ പണിക്ക് പോയി പൈസ ഉണ്ടായിട്ട് മേടിക്കണമെന്നല്ല ഫ്രണ്ട്സ്. നമ്മുടെ എല്ലാവരും അടിച്ച് പൊളിക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പണിക്ക് പോയി നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള പൈസ കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ മുതലിനെ മേടിച്ച് സ്വന്തമാക്കാൻ പോണത്. അപ്പോൾ ഒരിക്കലും പൈസയുടെ കാര്യമല്ല, നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ അത് നമ്മളെങ്ങനെ മുതലാക്കണമെന്നാണ് കാര്യം, നമ്മൾ ചെയ്യുന്ന പണി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ നമുക്ക് ഇവനെ ഓടിച്ചിട്ട് 100 കിലോമീറ്റർ ഉണ്ട്, 110 കിലോമീറ്റർ ഉണ്ട്. നമുക്കിവിടെ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ തൊടുപുഴ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്തിയിട്ട് ഇവരെ ഒന്നുകൂടി നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. വണ്ടി നിർത്തി സ്റ്റാൻഡ് ഇട്ട് വണ്ടീനെ
അപ്പോൾ നമുക്ക് അറിയില്ല, ഇവരെ ഞാൻ കൊണ്ടുപോവാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കൂടെ ഇവരുണ്ടാവും ഇനി. അപ്പോൾ നമുക്ക് ഇനി മാറ്റി ഫോർമാലിറ്റീസിലേക്ക് നമുക്ക് പോയി നോക്കാം. ഫ്രണ്ട്സ് ഫൈനലി നമുക്ക് NS200 ചാവി കിട്ടി. അവന് ദൈവത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്, കർത്താവിൻ്റെ ഈശ്വര അത്ര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പോവായി. ഓക്കെ, ബ്ലാക്കിൽ മഴ നനഞ്ഞപ്പോൾ വണ്ടി അഗ്രസീവ് ലുക്കായിട്ടോ. ഫ്രണ്ട്സ് നമ്മളവിടെ നിന്ന് ഇറങ്ങി ഇനി പെട്രോൾ പമ്പിലൂടെ പെട്രോൾ ഓടിക്കണം. മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്, വണ്ടിയൊക്കെ നനഞ്ഞ് ബ്ലാക്ക് ബീച്ച് നമ്മുടെ നനഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് കാണാം. എന്നിട്ട് ക്യാമറ ഊരി എടുത്തേക്കും ഞാൻ ഫ്രണ്ട്സ്, കാരണം അതൊക്കെ അടിച്ചു പോകും അത്. അങ്ങനെ ജിയോൻ്റെ പെട്രോൾ പമ്പിലേക്ക് വന്നിട്ട് ഫ്രണ്ട്സ്. നമ്മൾ ആദ്യമായിട്ട് പെട്രോൾ അടിക്കാൻ വന്നാണ് നമ്മുടെ വണ്ടിയിൽ. അടിക്കാറ് ഇതിന് ഇറങ്ങണം തന്നെ ഇറങ്ങിയതാ. ഓ, മഴയത്താണ് വണ്ടി എടുക്കല്. അപ്പോൾ 450 പെട്രോൾ അടിച്ചപ്പോൾ 1 2 3 4 കട്ട കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഇനി പെട്രോൾ എവിടെ ചടിക്കേണ്ടി വരിക എന്നൊക്കെ നോക്കി നോക്കാം. ഇപ്പോൾ മഴ കുറവുണ്ട്, അതുകൊണ്ട് പിന്നെ ഞാൻ ഓപ്പർ എടുത്തേക്കാത്ത. എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ രാവിലെ വന്നിട്ട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ ഒരു സ്ഥലം കറക്റ്റ് അറിയില്ല. ഒരു 52 എത്ര കിലോമീറ്ററോളം എൻ്റെ വീട്ടിലേക്ക്. നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നിട്ടൊരു തുള്ളി വെള്ളവും കാരണം കൈകളിൽ നിർത്തിയതാണ്. ഇവിടെ വിശപ്പുണ്ടായിരുന്നു ഫ്രണ്ട്സ്. രാവിലെ ഒരു വീട്ടിൽ നിന്ന് ഒരു 9:30 ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയായിട്ടാണ്. ഒരു 52 കിലോമീറ്ററോടെ നമുക്കിനി കവർ ചെയ്താലേ എൻ്റെ വീട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഫൈനലി നമ്മൾ എത്തി നമ്മുടെ നാട്ടിൽ, തൃശ്ശൂർ എത്തി. നമ്മൾ രാവിലെ പോയതാ, രാത്രിയായി 7:30 ആയിട്ടാ സമയം. 7:30 റൗണ്ടിലേക്ക് എത്തി ഫ്രണ്ട്സ്. നിൽക്കാൻ കാണാൻ പറ്റുമോയെന്ന് അറിയില്ല, ഗോപ്രോയിൽ വെളിച്ചം അത്രത്തോളം ക്ലിയർ കുറവാണ്. നമ്മൾ നമ്മുടെ വീടിനോട് എത്തി. വീട്ടിലേക്ക് കയറണമെങ്കിൽ മുന്നേ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് കരുതി. ഗോപ്രോയിൽ ചാർജ് ഇപ്പോൾ കഴിയും. ഇതായിരിക്കും ഫ്രണ്ട്സ് നമ്മുടെ ബ്ലാക്ക് ബീച്ച്. ചാവിയാണൊക്കെ ആൾക്കാരില്ലേ, ചെറുത്താണ്. അപ്പോൾ നമ്മൾ വീട് എത്തിച്ച് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ കയറും. അത്രേ ഉള്ളൂ ഫ്രണ്ട്സ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ നമ്മുടെ ചെക്കൻ്റെ പണികളായിട്ട് ഇനി കാണാം.